ഇന്നലെ രാത്രി മുതൽ പോലീസ് സംഘം പരക്കം പായുകയാണ്. നമ്മുടെ വാർത്താ സംഘം അവർക്കൊപ്പമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡും പോലീസിന് കിട്ടിയിരുന്നില്ല. ആകെയുള്ളത് ചിത്രമാണ്. ഈ ചിത്രമാകട്ടെ വളരെ യാദൃശ്ചികമായി വീണ് കിട്ടിയ മട്ടിൽ വളരെ യാദൃശ്ചികമായി ആ തീവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി 24 കാണവേ യാദൃശ്ചികമായ ഒരു സംശയം തോന്നപ്പോൾ എടുത്തൊരൊറ്റ ചിത്രം മാത്രമാണ് ലീഡ് എന്ന നിലയ്ക്ക് ഈ ഘട്ടം പറയും നമുക്കുള്ളത്. ബാക്കി ആ വഴി പോയപ്പോൾ നാഗർകോവിലടക്കം ശേഖരിച്ച ഈ CCTV ദൃശ്യങ്ങളും. ശ്രീ ജോർജ് ജോസഫ് സാർ, കേവലം ഒരു 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് ഇത്രയും പോലീസ് സംവിധാനങ്ങളെ, റെയിൽവേ പോലീസിൻ്റെ സംവിധാനങ്ങളെ, TTRമാരെ ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചെന്നൈ വരെ ഈ സമയം കൊണ്ട് നിരന്തരം യാത്ര ചെയ്ത് പോകാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ അങ്ങ് ഒറ്റയ്ക്ക്? ഏതായാലും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിനിലിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടു. ബബിത എന്ന് പറഞ്ഞ ആ കൊച്ച് ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഇത്ര രീതിയിൽ പോലീസിന് പുരോഗമിക്കാൻ പറ്റിയത്. കാരണം അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്യാം, ഫ്ലാഷ് ചെയ്യാം. ഇനി കയ്യിൽ ആ കൊച്ചിൻ്റെ കയ്യിൽ മൊബൈൽ ഏതെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി അത് കണ്ടു കാണും, കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്, ഒരു അസാമാന്യ ബുദ്ധിയുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിക്കൊണ്ടിരുന്നത്. കാരണം എങ്ങനെയാണ് ഇവിടുന്ന് കൃത്യമായി ട്രെയിനിൽ കയറി അതിനുശേഷം ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം കുപ്പിക്കകത്ത് നിറയ്ക്കുന്നതൊക്കെ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ. വളരെ കൂളായിട്ട് ഇറങ്ങി നിന്ന് ആ വെള്ളം ശേഖരിച്ചിട്ട് വീണ്ടും കയറി 2 സ്ഥലത്ത് അങ്ങനെ ചെയ്തു. ഏതായാലും ചെന്നൈയിൽ വരെ എത്തി എന്നതിൽ സന്തോഷം തോന്നുന്നു. കാരണം അതിന് ഇടയ്ക്ക് ഞാൻ വിചാരിച്ചത് പാറശാലയ്ക്കും കന്യാകുമാരിക്കിടയ്ക്ക് കുട്ടിക്ക് അപകടം ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ കുട്ടി സ്വല്പം കാണാൻ മിടുക്കിയായ കുട്ടിയാണ്. ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴുകന്മാർ അവിടുന്ന് റാഞ്ചി പറന്നതിനെ തട്ടിക്കൊണ്ട് പോകും. അപകടം ഉണ്ടാവും തന്നെയായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. ഏതായാലും കുട്ടിക്ക് യാത്രയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് വേറൊരാളുടെ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കൈ ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 13 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? ഒരു പാവം കുട്ടി, പാവം കുഞ്ഞെന്നുള്ളതാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ ഒരു 4-5 ഫുട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ദൃശ്യങ്ങളിലും നമ്മൾ ഈ കുട്ടിയുടെ ചിത്രം തീവണ്ടിയിൽ നിന്ന് വളരെ കൂളായി ഇറങ്ങി വെള്ളമെടുത്ത് തിരിച്ച് തീവണ്ടിയിലേക്കായിരുന്നു കുട്ടിയെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തീവണ്ടിക്ക് പുറത്തിറങ്ങി അതിൻ്റെ തീവണ്ടിയുടെ ആ ബാറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ കാണുന്നുണ്ട്. ഒരിടത്തും പകപ്പിൻ്റേതായോ ഏതെങ്കിലും ആകെ തകർന്ന മട്ടിലോ ബ്രോക്കണായോ കാണപ്പെടുന്നില്ല കുട്ടിയെ. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി പറയുന്ന 13 വയസ്സുള്ള പാവം കുട്ടിയല്ല, കുറച്ച് ബോൾഡാണ്. ഞാൻ പിന്നെ നല്ല അർത്ഥത്തിൽ പറയുന്നു, കുറച്ച് ബോൾഡാണ് ആ കുട്ടി. ശ്രീ ജോർജ് ജോസഫ്, ബോൾഡ് തന്നെയല്ല, നല്ല ഇൻ്റലിജൻ്റ് ആണ്. നല്ല ഇൻ്റലിജൻ്റ്. വേറെ ആൾ ഡയറക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയും 13 വയസ്സുകാരി ഇതുപോലെ കൂളായിട്ട് പോവില്ല. ഓരോ സ്ഥലത്തുനിന്ന് 2 സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തത് തന്നെ കണ്ടപ്പോൾ എന്ത് കൂളായിട്ട് ഇറങ്ങിയായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. അത് ട്രെയിനിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് തന്നെയല്ല, ചെന്നൈ ചെന്നിട്ട് ചെന്നൈ വരെ എത്തിയെന്ന് പോലീസ് കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം സേഫായിട്ട് ചെന്നൈ എത്തി. അതിനുശേഷം എങ്ങോട്ട് പോകുന്നു? ബാംഗ്ലൂർ. ഇപ്പോഴത്തെ ആ കുട്ടിയുടെ ബ്രദർ എന്ന് പറഞ്ഞ ആൾ ഈ വിവരം ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് 24 ആണ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ അവിടെ ജോലിക്ക് വരാതെ മാറി നിന്നു. മൊബൈൽ ഫോൺ എടുത്തില്ല. പിന്നെ ആ ഹോട്ടലുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടലുകാർ ഇവനെ വിളിച്ചു വരുത്തി. അതിനുശേഷം ആണ് അവൻ രംഗത്ത് വരുന്നത്. അതേസമയത്ത് 4 മണിക്ക് അയാൾ വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ട്. അതേസമയത്ത് പോലീസ് സംശയിക്കുന്നത് ഈ കുട്ടി ഇവരുടെ കുട്ടിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നോക്കേണ്ടിയിരിക്കും. നമ്മളിപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ അതെന്ത് പ്രൊസീജിയറൽ ഹസാർഡ് കൊണ്ടാണെങ്കിലും നമ്മൾ പരിശോധിക്കാൻ വൈകി എന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് അതുവരെ ആകെ കിട്ടിയത് ഈ ചിത്രം മാത്രമായിരുന്നു. ജോർജ് ജോസഫ്, ഇനിയും ഈ കുട്ടിയുടെ സഹോദരൻ നമ്മുടെ ബാംഗ്ലൂരിലുള്ള അരുൺ പൂപ്പറമ്പ കുട്ടിയുടെ സഹോദരനെ കാണാൻ വേണ്ടി പോയി. അയാൾ അരുണുമായി സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. രാവിലെ ഈ വാഹിദ് എന്ന് പറയുന്ന കുട്ടിയുടെ സഹോദരൻ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ വാഹിദ് പറയുന്നത് എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്, ജോലിയുണ്ടെന്ന് പറയുന്നു. അരുൺ ആ ഹോട്ടലിൽ പോയി അന്വേഷിക്കുമ്പോൾ ഇന്ന് ഈ സമയം വരെയും അരുൺ ഈ പറയുന്ന സഹോദരൻ ജോലിക്ക് കയറിയിട്ടില്ല. അടിയന്തരമായി ഈ സഹോദരനെ ചോദ്യം ചെയ്യൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഈ സഹോദരനോട് ഏതെങ്കിലും തരത്തിലുള്ള കോൺടാക്റ്റ് കുട്ടിയുമായി ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? വീട്ടുകാരുമായി ആ രീതിയിൽ ചോദ്യം ഉത്തരം രൂപത്തിൽ തന്നെ വീട്ടുകാരോട് ചോദിക്കണ്ടേ? മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അവരുമായി ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഈ കുട്ടിയുടെ സഹോദരിയുണ്ട്, സഹോദരിയോടും ചോദിക്കണ്ടേ ഈ കുട്ടി യുടെ പോക്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നേരത്തെ ഈ കുട്ടിയുടെ യാത്ര അറിയാമോ? ആ രീതിയിൽ കൂടി കുറച്ച് ചോദ്യം ചെയ്യലൂടെ ഈ സമയത്ത് വേണ്ടി വരില്ലേ ശ്രീ ജോർജ് ജോസഫ് സാർ? തീർച്ചയായിട്ടും പോലീസ് ആ രീതിയിലൂടെ നോക്കണം ഇനി. കാരണം ഈ കുട്ടി പ്രിപ്പയർഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കാരണം ആ ട്രെയിനിൽ ഇരിക്കുന്നതും അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബാഗും, നല്ല വെൽ ഡ്രസ്ഡാണ്.
ആ കാതിലൊക്കെ എക്സ്ട്രാ കാത് ഇയർ റിങ്സ് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഡ്രസ്സൊക്കെ നല്ല മോഡേൺ ഡ്രസ്സാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ലക്ഷണമല്ല അത്. അത് തന്നെയല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനൊരു ഭയവും ഇല്ല. അത് തന്നെയല്ല ട്രെയിനിൽ കയറി പോവുകയാണ്, കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു അപകടം വന്ന് ഇനി ആരോ ഇയാളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ബ്രദറോ ഇനി വേറൊരാളുണ്ടോ എന്ന് നമുക്കറിയില്ല. അതോ നാട്ടിൽ ആസാമിൽ നിന്ന് തന്നെയാണോ, അവിടുന്ന് 1 മാസം മുമ്പേ വന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു ഡയറക്ഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഈ ചെന്നൈ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആസാമിലോട്ട് പോകണമെങ്കിൽ പെരുമ്പൂർ അവിടെ എവിടെയോ അവിടുന്ന് 8-10 കിലോമീറ്റർ അകലെ പോയി വേണം കയറാൻ, ആ ട്രെയിനിൽ കയറാൻ. അപ്പം അതിനൊക്കെ ഒരു എക്സ്പീരിയൻസും വേറെ ആളുടെ ഗൈഡൻസ് ഇല്ലാതെ പറ്റില്ല. ചെന്നൈ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ആസാമിലേക്കാണ് മടങ്ങി പോകുന്നെങ്കിൽ കുട്ടിയുടെ പൈസ എത്ര 40 രൂപ ഉണ്ടെന്നാണ് വീട്ടിൽ പറയുന്നത്. അപ്പം പണം വേണം. ടിക്കറ്റൊക്കെ എക്സാമിനർ വന്നു കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് തീർച്ചയായിട്ടും ആ കുട്ടിയെ അവർ TTR പിടിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഇവിടുന്ന് ചെന്നൈ വരെ പോയപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടാവും. ഉണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചെന്നൈക്ക് തീർച്ചയായിട്ടും കൂടുതൽ പൈസ വേണം. ഈ കുട്ടിയുടെ കയ്യിൽ എങ്ങനെ കൂടുതൽ പണം വന്നു? വീട്ടുകാർ പറയുന്നത് 40 രൂപ എന്നുണ്ടെന്ന്. അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. ഈ യാത്ര ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. കാരണം വെൽ പ്രിപ്പയർഡാണ്. എന്തോ ഒരു മാനസികമായി അവരുമായിട്ട് അകന്ന് ഒരു പിണക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പോവുകയാണ്. അന്നേരം അതൊന്നെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, കയ്യിലൊരു വേറൊരു എക്സ്ട്രാ ഫോൺ കാണും. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടി നല്ല ട്രെയിൻ യാത്ര ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഇത് പലതും നമ്മൾ നോക്കിക്കഴിയുമ്പം ഇതിനകത്ത് വളരെ ദുരൂഹത കൂടുതലാണ്.